സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERT സീരീസിൻ്റെ ഭാഗമായിട്ട് 7ാം ക്ലാസ്സിൽ ബേസിക് സയൻസിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നോക്കിക്കോ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്താണ്? പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ശ്രദ്ധിച്ചോയേ. ആദ്യം തന്നെ നമുക്കൊരു ബോക്സ് ഫില്ല് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഓക്കെ, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളും ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. 2 തരത്തിൽ വസ്തുക്കളുണ്ട്. ചിലപ്പോൾ പ്രകാശം കടത്തിവിടുന്നവയായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളായിരിക്കും. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളിൽ ആദ്യമായിട്ട് പറയുന്ന ഏതാണ്ടാ? ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? ജനൽ ചില്ല് എന്ത് ചെയ്യുന്നു? പ്രകാശം കടത്തിവിടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാടാ? പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളിൽ ഡയമണ്ട് എന്താണ്ടാ? ഡയമണ്ട് പ്രകാശം കടത്തിവിടില്ലേടാ? ഡയമണ്ട് പ്രകാശം കടത്തിവിടും. അതുപോലെ വേറെ എന്ത് പറയാടാ നമുക്ക്? ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് എന്താണ്? ഗ്ലാസ് എന്ത് ചെയ്യും? നമ്മുടെ പ്രകാശത്തെ കടത്തിവിടും. അതുപോലെ ജലം എന്ത് ചെയ്യൂടാ? എന്താണ്? ശുദ്ധമായ ജലം, ക്ലിയർ വാട്ടർ എന്ത് ചെയ്യും? പ്രകാശത്തെ കടത്തിവിടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒന്നിങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തൊക്കെയാണ്ടടാ? മരക്കട്ട, റബ്ബർ, പ്ലാസ്റ്റിക്, തടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല? പ്രകാശത്തെ കടത്തിവിടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറയുന്നത്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, കടത്തിവിടാത്ത വസ്തുക്കളും ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫുള്ള് പരീക്ഷണങ്ങളാണ്. അതായത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കുറേ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്നും എന്താണ് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോ. പ്രകാശം കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. അതേപോലെ തന്നെ ഭാഗികമായി പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും കടത്തിവിടൂല, പക്ഷെ എന്താണ്, ഭാഗികമായിട്ട് പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. ഓക്കെ, അപ്പോൾ വസ്തുക്കളെ പ്രധാനമായിട്ട് 3ആയിട്ട് നമുക്ക് പറയാം. എന്തൊക്കെ പറയാടാ? പ്രകാശം കടത്തിവിടുന്നവ, പ്രകാശം ഭാഗികമായി മാത്രം കടത്തിവിടുന്നവ, അതുപോലെ തന്നെ പ്രകാശം കടത്തിവിടാത്തവ. ഇനി ആ ബോക്സിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയാലോ. സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധതാര്യ വസ്തു. ഓക്കെ, എന്തൊക്കെയുണ്ട്? സുതാര്യ വസ്തു ഉണ്ട്, അതാര്യ വസ്തു ഉണ്ട്, അർദ്ധതാര്യ വസ്തു ഉണ്ട്. എന്താണ് സുതാര്യ വസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശത്തെ നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാടാ? സുതാര്യ വസ്തുക്കൾ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും? പ്രകാശത്തെ നന്നായി കടത്തിവിടും. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. പ്രകാശം ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത്? അർദ്ധതാര്യ വസ്തുക്കൾ, അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നന്നായി പ്രകാശം കടത്തിവിടുന്നവയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയൂടാ? നമ്മൾ അതിനെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയും. ഭാഗികമായി മാത്രമാണ് പ്രകാശം കടത്തിവിടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് പറയും. അടുത്ത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. അത്തരം വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. അപ്പൊ തിരിഞ്ഞു പോകരുത്. സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെ നന്നായി കടത്തിവിടും. അതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടില്ല. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? അർദ്ധതാര്യ വസ്തുക്കൾ. അവരെന്താ ചെയ്യുന്നേ? പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? അർദ്ധതാര്യ വസ്തുക്കൾ. അപ്പൊ 3 പോയിന്റ് ക്ലിയർ അല്ലേടാ? അടുത്ത് ശ്രദ്ധിച്ചേ. അടുത്ത് അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അദൃശ്യനായ മനുഷ്യൻ, ദ ഇൻവിസിബിൾ മാൻ. ശ്രദ്ധിച്ചോ, ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം. ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ശാസ്ത്രജ്ഞൻ ആരാണ്ട? അയാളുടെ പേര് H.G. വെൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? H.G. വെൽസ് എഴുതിയ പുസ്തകം. H.G. വെൽസ് എഴുതിയ പുസ്തകം ഏതാണ്ടാ? ദ ഇൻവിസിബിൾ മാൻ. ഏതാണ്? ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം
സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. നമുക്കതൊന്നും വേണ്ട. നമുക്കിവിടെ പഠിക്കേണ്ട ഒരൊറ്റ പോയിന്റാണ്. പോയിന്റ് എന്താ? H.G. വൈൽസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഴുതിയ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ശാസ്ത്ര നോവലാണ് ഏതെന്ന് പറയുന്നത് ദ ഇൻവിസിബിൾ മാൻ. ക്ലിയർ അല്ലേടാ? അപ്പൊ നമ്മൾ പറഞ്ഞത് സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു. സുതാര്യ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കള്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കള്. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത്? അർദ്ധധാര്യ വസ്തുക്കള്. പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞത് എന്താ? H.G. വെയിൽസ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് എന്തെന്ന് പറയുന്നത് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിന്റെ പ്രതിപതനം എന്താണെന്നാണ്. അപ്പോൾ എന്താണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ. ഒരു വസ്തുവിലോട്ട് പ്രകാശം ഇങ്ങനെ വന്ന് പതിക്കുവാണേ. ഓക്കെ, ഈ പതിക്കുന്ന രശ്മികൾ ഇവിടെ തന്നെ നിൽക്കുവാണോ ചെയ്യുന്നത്? അല്ല. ഈ പ്രകാശം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് തിരികെ പോകും. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രതിപതനം. അപ്പോൾ പ്രകാശം എന്ത് ചെയ്യുന്നു? പ്രകാശം വസ്തുക്കളിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോടാ. പ്രകാശം എങ്ങനെയാണ് പ്രതിപദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനുസമുള്ള പ്രതലവുമുണ്ട്, അതുപോലെ പരുക്കനായിട്ടുള്ള പ്രതലവും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് മിനുസമായിട്ടുള്ള ഒരു പ്രതലമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ മരക്കഷ്ണം അല്ലെങ്കിൽ മരത്തടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര റഫായിട്ടുള്ള പ്രതലമല്ലേടാ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശം പ്രതിപദിക്കുന്നത് വിവിധ വസ്തുക്കളിൽ വിവിധ രീതിയിലാണ്. അതായത് മിനുസമായിട്ടുള്ള പ്രതലത്തിലാണ് പ്രകാശം വരുന്നതെങ്കിൽ അതെങ്ങനെയാ പ്രതിപദിക്കുന്നേ? ഇത് നോക്കിക്കേടാ, അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. അതായത് നമ്മുടെ കണ്ണാടി എന്ന് പറയുന്നത് മിനുസമായിട്ടുള്ള ഒരു പ്രതലമാണ്. അപ്പൊ ഈ മിനുസമായിട്ടുള്ള പ്രതലത്തിൽ പ്രകാശം വന്ന് പതിക്കും. ഓക്കെ, ഇതെല്ലാം പ്രകാശം വന്ന് പതിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യൂടാ? എന്നിട്ട് അത് തിരിച്ചു പോകുന്നത് കണ്ടോ? പ്രകാശം വന്ന് ഇതിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്നത് ഒരേ അളവിനാണ്. കണ്ടാടാ? ഇതിങ്ങനെ വരുന്നു, തട്ടിപ്പോകുന്നു. ഓക്കെ, എല്ലാം വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? ഒരേ അളവിൽ തന്നെ അത് തിരിച്ചു പോകും. എന്നാൽ ഈ സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഒരു മിനുസമില്ലാത്ത, അതായത് പരിപരുക്കനായിട്ടുള്ള ഒരു പ്രതലമാണ്. അങ്ങനെയുള്ള പ്രതലങ്ങളിൽ പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, അത് ഒരു ബന്ധവും ഇല്ലാണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? സ്കാറ്റർ ചെയ്ത് പോണത്. കണ്ടോ? ഇങ്ങനെയായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം എന്ത് ചെയ്യും? നന്നായി പ്രതിപദിപ്പിക്കും. എന്നാൽ പരുക്കനായിട്ടുള്ള വസ്തുക്കൾ എന്താ ചെയ്യുന്നത്? അവര് പ്രകാശം പ്രതിപദിപ്പിക്കുന്നതിന്റെ അളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം വന്ന് തട്ടിപ്പോകുന്നത് എങ്ങനെയായിരിക്കൂടാ? അവർ നന്നായിട്ട് ഈ പ്രകാശത്തെ പ്രതിപദിപ്പിക്കും. എന്നാൽ പരിപരുക്കനായിട്ടുള്ള പ്രതലമാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അത് വന്ന് തട്ടി തിരിച്ചു പോകുന്നത് വളരെ കുറവായിരിക്കും. അവർ പ്രതിപദിപ്പിക്കുന്നതിന്റെ അളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ അല്ലേടാ? അടുത്ത ശ്രദ്ധിച്ചേ, ക്രമപ്രതിപതനവും ഉണ്ട്, വിസരിത പ്രതിപതനവും ഉണ്ട്. അപ്പോൾ എന്താണ് ക്രമപ്രതിപതനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ്. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അവ എന്ത് ചെയ്യൂടാ? അവ ക്രമമായിട്ട്, അവ ഒരു ഓർഡറിലല്ലേടാ തിരിച്ച് പ്രതിപദിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചേ. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ഇങ്ങനെ പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതിനെ നമ്മൾ ദർപ്പണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ദർപ്പണങ്ങൾ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്? പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലത്തെ നമുക്ക് എന്തെന്ന് പറയാം? ദർപ്പണങ്ങൾ എന്ന് പറയാം. ശ്രദ്ധിച്ചോ, മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് വിസരിത പ്രതിപതനം. നമ്മൾ നേരത്തെ കണ്ടതാണ്. സാൻഡ് പേപ്പറിൽ പ്രകാശം പതിക്കുമ്പോൾ അതെങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഒരു ക്രമമില്ലാതെ ചിന്നിച്ചിതറിയാണ് അത് പ്രതിപദിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് എന്ത് ചെയ്യൂടാ? പല ദിശകളിലേക്കും ചിതറിത്തെറിക്കും. ഇതിന് പറയുന്ന പേരാണ് എന്ത്? വിസരിത പ്രതിപതനം.
അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ക്രമപ്രതിപതനം എന്നും എന്താണ് വിസരിത പ്രതിപതനം എന്നും നമ്മൾ പറഞ്ഞു. ക്രമപ്രതിപതനം എന്താണ്ടാ? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ക്രമപ്രതിപതനം. അങ്ങനെയാണെങ്കിൽ എന്താണ് വിസരിത പ്രതിപതനം? മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അവ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്ത്? വിസരിത പ്രതിപതനം. ക്ലിയർ അല്ലേടാ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സമതല ദർപ്പണത്തില് പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ അത് എന്തൊക്കെയായിട്ട് നമുക്ക് മാറുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചേടാ, ഇതൊരു സമതല ദർപ്പണമാണ്. ഓക്കെ, സമതല ദർപ്പണത്തിലോട്ട് ഒരു പ്രകാശരശ്മി ഇതേ വന്ന് പതിക്കുന്നുണ്ട്. ഈ വന്ന് പതിക്കുന്ന രശ്മിയെ നമ്മൾ പറയുന്ന പേരാണ് പതനരശ്മി. ഓക്കെ, അപ്പോൾ ഒരു സമതല ദർപ്പണത്തില്, ഇതൊരു സമതല ദർപ്പണമാണ്. സമതല ദർപ്പണത്തിലോട്ട് ഒരു പ്രകാശരശ്മി വരികയാണ്. ഈ വരുന്ന രശ്മിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പതനരശ്മി. എന്തെന്ന് വിളിക്കുവോടാ? പതനരശ്മി. എന്നിട്ട് ഇതിവിടെ തന്നെ നിൽക്കുവോ? ഇതിവിടെ തന്നെ നിൽക്കില്ല. ഇതെന്ത് ചെയ്യും? പ്രതിപദിക്കും. അപ്പോൾ ഇത് പ്രതിപദിച്ച് തിരിച്ചു പോകും. ഈ തിരിച്ചു പോകുന്ന രശ്മിയെ നമ്മൾ എന്തെന്ന് പറയുവോടാ? പ്രതിപതന രശ്മി. ഈ തിരിച്ചു പോകുന്ന രശ്മിയാണ് എന്ത്? പ്രതിപതന രശ്മി. അപ്പോൾ ഒരു പ്രതലത്തില് അല്ലെങ്കിൽ ഒരു ദർപ്പണത്തില് പ്രകാശം വന്ന് പതിക്കുന്ന രശ്മിയാണ് പതനരശ്മി. വന്ന് പതിച്ചിട്ട് തിരികെ പോകുന്ന രശ്മിയാണ് എന്ത്? പ്രതിപതന രശ്മി. ക്ലിയർ അല്ലേടാ? ശ്രദ്ധിച്ചേ, ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന രശ്മിയാണ് എന്ത്? പതനരശ്മി. അടുത്ത് ശ്രദ്ധിച്ചേ, പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് എന്ത്? പതനബിന്ദു. ഓക്കെ, അടുത്തത് പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് എന്ത്? ലംബം. അപ്പൊ എന്താണ് ലംബം? എടാ, നമ്മള് പതനരശ്മി ഇതാണെന്ന് പറഞ്ഞു. ഓക്കെ, ആ പതനരശ്മിയും നമ്മുടെ ഈ മീഡിയം ഇല്ലേടാ, നമ്മുടെ ഈ ദർപ്പണമില്ലേ, ഈ ദർപ്പണവും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പതനബിന്ദു. ക്ലിയർ അല്ലേ? ഈ പതനബിന്ദുവും എന്ത്? പതനബിന്ദുവിൽ നിന്ന് ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. ഓക്കെ, അപ്പൊ നമ്മുടെ പതനബിന്ദു ഇതാണ്. എടാ, പതനബിന്ദു ഇതാണെന്ന് വെക്കുക. അപ്പോൾ ഇതിന് എന്താണ്? ദർപ്പണത്തിന് ലംബമായിട്ട് നമ്മളൊരു രേഖ വരയ്ക്കുന്നു. അതിനെ പറയുന്ന പേരാണ് എന്ത്? ലംബം. അങ്ങനെയാണെങ്കിൽ പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ച് വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി. എടാ, ഇതിൽ നമുക്ക് 3 പോയിന്റ്സേ പഠിക്കാനുള്ളൂ. ശ്രദ്ധിച്ചോ, ഒരു പ്രതലത്തിൽ പ്രകാശം വന്ന് പതിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പതനരശ്മി എന്ന് പറയും. അത് വന്ന് പതിച്ചിട്ട് അത് അവിടെ തന്നെ നിൽക്കില്ല. അതെന്ത് ചെയ്യും? അത് പ്രതിപദിക്കും. അത് തട്ടി തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന രശ്മിയാണ് എന്ത്? പ്രതിപതന രശ്മി. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞു പതനരശ്മി ഈ ദർപ്പണത്തില് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പതനബിന്ദു. ഈ പതനബിന്ദുവും അതുപോലെ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയും വരയ്ക്കുന്ന ആ രേഖയാണ് എന്തെന്ന് പറയുന്നത്? അതായത് എന്താണ്? ഈ പതനബിന്ദുവും പതനബിന്ദുവിന് എന്ത് ചെയ്യുന്നു? ദർപ്പണത്തിന് ലംബമായിട്ടൊരു രേഖ വരയ്ക്കുന്നു. ഈ രേഖയെ നമ്മൾ പറയുന്ന പേരാണ് ലംബം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പ്രതിപതന രശ്മി എന്ന് പറഞ്ഞു? എന്താണ്? പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് എന്ത്? പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ പതനരശ്മി, പ്രതിപതന രശ്മി, പതനബിന്ദു, ലംബം, ഇത്രയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോ, പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ ഇവിടെ ഒരു കോൺ ഇല്ലേടാ? ഉണ്ടല്ലോ. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള ഈ കോണിനെ പറയുന്ന പേരാണ് പതനകോൺ. സിമ്പിൾ ആണേ. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. അതുപോലെ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്ത്? പ്രതിപതനകോൺ. അപ്പൊ എന്താണ് പതനകോൺ? പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്ത്? പ്രതിപതനകോൺ. ക്ലിയർ അല്ലേടാ? അടുത്ത് ശ്രദ്ധിച്ചോ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കിക്കോ, പതനകോണും പ്രതിപതനകോണും. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതനകോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ക്ലിയർ അല്ലേടാ? അപ്പൊ പതനകോൺ എന്താണ്? പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ പതനകോൺ. അതുപോലെ തന്നെ എന്താണ്? പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്ത്? പ്രതിപതനകോൺ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രതിപതന നിയമങ്ങളെ കുറിച്ചാണ്. ശ്രദ്ധിച്ചോ,
പതനകോണും പ്രതിപതനകോണും എപ്പോഴും തുല്യമായിരിക്കും. എന്താണ് പ്രത്യേകത? പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും എപ്പോഴും തുല്യമായിരിക്കും. അതായത് ശ്രദ്ധിച്ചോ, ഇതെന്ന് പറയുന്നത് ഒരു സമതല ദർപ്പണമാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതെന്താണ്? ഒരു സമതല ദർപ്പണമാണ്. ഇതിലോട്ടൊരു പ്രകാശരശ്മി ദേ ഇങ്ങനെ വന്ന് പതിക്കുവാണ്. എന്നിട്ട് ആ രശ്മി എന്ത് ചെയ്യും? ദേ ഇങ്ങനെ തിരിച്ചു പോവും. ഓക്കെ, വീണ്ടും ഒരു രശ്മിത ഇങ്ങനെ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും അതിങ്ങനെ തിരിച്ചു പോയി. ഓക്കെ, അപ്പൊ ഈ വന്ന് പതിച്ച രശ്മിയാണ് എന്ത്? പതനരശ്മി. തിരിച്ചു പോകുന്ന രശ്മിയാണ് എന്ത്? പ്രതിപതന രശ്മി. അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പതനരശ്മിക്കും പ്രതിപതന രശ്മിക്കും ഇടയിൽ നമ്മൾ ലംബമായിട്ട് വരയ്ക്കുന്ന രേഖയാണ് ലംബം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അല്ലേ? അങ്ങനെയാണ്. എങ്ങനെയാണ്? പതനകോൺ, അതായത് പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും, അതായത് ഈ കോണും അതുപോലെ തന്നെ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള ഈ കോണും തുല്യമായിരിക്കും. ക്ലിയർ ആണോ? അതുപോലെ ഈ രണ്ടാമത്തെ രേഖ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ലംബമുണ്ട്, ഇവിടെയും എന്താണ്? പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ക്ലിയർ അല്ലേടാ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പതനകോണും പ്രതിപതനകോണും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ, പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. അല്ലേടാ? ശ്രദ്ധിച്ചേടാ. അപ്പൊ എന്താ നമ്മളോട് പറഞ്ഞേ? പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. നോക്കിക്കോ, പതനരശ്മി അതും പ്രതിപതനരശ്മി അതും പതനബിന്ദുവും എന്തിലായിരിക്കും? ഒരേ പ്രതലത്തിലായിരിക്കും. അതെന്താണ്ടാ? ആ പറയുന്ന നിയമം ശരിയാണ്. ഇവയെല്ലാം എന്താണ്ടാ? ഇവയെല്ലാം ഒരേ പ്രതലത്തിലാണ്. അപ്പോൾ പതനകോണും പ്രതിപതനകോണും എങ്ങനെയായിരിക്കും? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അതേപോലെ പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. ക്ലിയർ അല്ലേടാ? അപ്പോൾ പ്രതിപതന നിയമങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് പതനകോണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ പതനകോൺ, പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ പ്രതിപതനകോൺ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു പ്രതിപതന നിയമങ്ങൾ. 2 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തേത് എന്താ? പതനകോണും പ്രതിപതനകോണും എപ്പോഴും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രതിപതന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് എന്നാണ് കേട്ടോ. ശ്രദ്ധിച്ചോ, ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് എന്നാണ്. എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം വസ്തുവിൽ തട്ടി എന്ത് ചെയ്യുന്നു? പ്രതിപതിക്കുന്നു. പ്രതിപതിച്ചിട്ട് ആ രശ്മികൾ നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം എന്ത് ചെയ്യുന്നത്? നമ്മൾ വസ്തുക്കളെ കാണുന്നത്. എന്നാൽ നമ്മളൊരു പ്രകാശ സ്രോതസ്സിനെയാണ് കാണുന്നത്. അതെങ്ങനെയാണ് നമ്മൾ നേരെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ സ്രോതസ്സുകളെ എങ്ങനെയാണ് കാണുന്നത്? അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലോട്ട് എത്തുമ്പോഴാണ്. ഓക്കെ, പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലോട്ട് എത്തുമ്പോഴും നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് എന്താണ് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ്. ശ്രദ്ധിച്ചോ, സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്? പാർശ്വിക വിപര്യം. അപ്പൊ എന്താണ് പാർശ്വിക വിപര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമതല ദർപ്പണത്തില് വസ്തുവിന്റെ വലതുഭാഗം എന്ത് ചെയ്യുന്നു? പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും അതുപോലെ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഇതിന് പറയുന്ന പേരാണെന്ത്? പാർശ്വിക വിപര്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമതല ദർപ്പണത്തിൽ, അതായത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയില്ലേ, അത് സമതല ദർപ്പണമാണ്. ഈ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചോ, പ്രതിബിംബത്തിന്
പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അപ്പൊ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന് എന്തുണ്ടടാ? പാർശ്വിക വിപര്യം സംഭവിക്കും. അപ്പോൾ എന്താണ് പാർശ്വിക വിപര്യം? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും അതുപോലെ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നതാണ് എന്ത്? പാർശ്വിക വിപര്യം. അപ്പൊ സമതല ദർപ്പണത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പാർശ്വിക വിപര്യം സംഭവിക്കുന്നുണ്ട്. അടുത്ത് പറയുന്നു, സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോ. സമതല ദർപ്പണത്തിൽ എങ്ങനെയാണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും അതേപോലെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? ഇവിടെ തുല്യമായിരിക്കും. അടുത്ത പോയിന്റ്, സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ എങ്ങനെയാണ്? വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും എങ്ങനെയായിരിക്കും? ഇവിടെ തുല്യമായിരിക്കും. അപ്പോൾ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ 3 നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു പ്രതിബിംബത്തിന് എന്ത് സംഭവിക്കും? പാർശ്വിക വിപര്യം സംഭവിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? സമതല ദർപ്പണത്തില് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും അതുപോലെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും എങ്ങനെയായിരിക്കും? ഇവിടെ തുല്യമായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത് ശ്രദ്ധിച്ചേ. അടുത്ത് പറയുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാം. ഓക്കെ, നോക്കിക്കേടാ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും. ഓക്കെ, ഒരു കോണളവ് തന്നിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കേ, കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും. ഓക്കെ, ശ്രദ്ധിച്ചോ. കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്ടാ? 360/x-1. എങ്ങനെയാണ്ടാ? കോണളവിന്റെ എണ്ണം എക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതിബിംബം കാണുന്നത്? 360/x-1. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കേ, കോണളവിന്റെ എണ്ണം, കോണളവ് എത്രയാണ്ടാ? കോണളവ് 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. കോണളവ് എത്രയാണ്ടാ? കോണളവ് 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ? 360/x-1. ഓക്കെ, നമ്മുടെ കയ്യിൽ 30 എന്ന് പറയുന്ന കോണളവുണ്ട്. ഓക്കെ, അപ്പൊ 360/30 - 1. ഓക്കെ, ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം. 12 3 എന്ത്? 36. 12 - 1 എത്രയാണ്ടാ? 11. അപ്പോൾ അതിന്റെ ആൻസർ എത്രയാണ്ടാ? 11. ഓക്കെ, അടുത്ത 60 ഡിഗ്രി വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചേ, എക്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പോൾ 360/60 - 1. ഈ പൂജ്യവും വെട്ടാം. 6 എത്ര? 36. 6 ൽ 1 പോയാൽ എത്ര ഇട്ടോടാ? 5. ക്ലിയർ അല്ലേടാ? അടുത്ത് നോക്കിക്കേ, അടുത്ത 90 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. 90 ഡിഗ്രിയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ചോ, എക്സ് എന്ന് പറയുന്നത് എത്രയാണ്ടാ? 90 ഡിഗ്രിയാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? 360/x, അതായത് 90 - 1. ഈ പൂജ്യവും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 4 9 36. 4 - 1 എന്ന് പറയുന്നത് എത്രയാണ്ടാ? 3. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് 3 കിട്ടി. ഇനി നമുക്ക് 120 കൂടി ചെയ്ത് നോക്കാം കേട്ടോ. എടാ, അത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. മിക്കവാറും ഇങ്ങനെ കൊടുത്തിട്ടുള്ള ബോക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, അടുത്ത 120 ഡിഗ്രിയാണ്. 360/120 - 1. ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം. 3 12 36. 3 - 1 എത്ര? 2. ഓക്കെ, എടാ, അപ്പോൾ ഇങ്ങനെയാണ് കോണളവ് തന്നിരുന്നാൽ നമ്മൾ എന്ത് കാണുന്നത്? പ്രതിബിംബങ്ങളുടെ എണ്ണം കാണുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്ടാ? 360/x-1 എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിക്കോടാ. അടുത്ത് ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. ഓക്കെ, ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. അപ്പോൾ കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അടുത്ത് എന്താണ് പ്രകാശ മലിനീകരണം എന്നാണ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചോ,
ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന ഒട്ടേറെ സ്രോതസ്സുകൾ ഇന്ന് നാം ഉപയോഗിക്കാറുണ്ട്. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇരുട്ടിൽ ഇരതേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷമാകുന്നുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിനും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നുണ്ട്. പ്രകാശ മലിനീകരണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം, ഒരുപാട് പ്രകാശ സ്രോതസ്സുകൾ നാം ഇന്ന് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒരുപാട് പേര് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആരെയൊക്കെയാണ്? ഈ ഇരുട്ടിലൊക്കെ ഇരതേടാൻ ഇറങ്ങുന്ന നമ്മുടെ മൃഗങ്ങൾക്കും മറ്റുമൊക്കെ ഈ പ്രകാശം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ പലതരം പ്രകാശങ്ങളും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? അവർക്ക് ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ അത്രയും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാടാ? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചതാണ്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പറയുവോടാ? അധാര്യ വസ്തുക്കൾ എന്നാണോ, സുതാര്യ വസ്തുക്കൾ എന്നാണോ, അർദ്ധധാര്യ വസ്തുക്കൾ എന്നാണോ, പ്രകാശ സ്രോതസ്സുകൾ എന്നാണോ? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. അടുത്ത് ശ്രദ്ധിച്ചേ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമായി നൽകാവുന്ന പേരെന്ത്? അധാര്യ വസ്തുവാണോ, സുതാര്യ വസ്തുവാണോ, അർദ്ധധാര്യ വസ്തുവാണോ, മിനുസമുള്ള പ്രതലങ്ങൾ എന്നാണോ? എന്താ? അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അടുത്ത് ശ്രദ്ധിച്ചോ. അടുത്ത്, പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്ത് പറയോടാ? പ്രതിപതനം. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രതിപതനം. അടുത്ത് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. പ്രകാശം വസ്തുവിനെ കടന്നു പോകുമ്പോൾ, പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് കണ്ണിലെത്തുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ, വസ്തുവിൽ നിന്ന് പ്രകാശം പുറപ്പെടുമ്പോൾ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് എന്നാണ്. എങ്ങനെയാണ്ടാ? ഏതെങ്കിലും ഒരു വസ്തു എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് അത് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്ട്? ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ദിവസം ശ്രദ്ധിച്ചേ. ദ ഇൻവിസിബിൾ മാൻ എന്ന നോവൽ രചിച്ച ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരാണ്? H.G. വെൽസ് ആണ്. ആരാണ്? H.G. വെൽസ് ആണ്. അടുത്ത ദിവസം ശ്രദ്ധിച്ചോ. രണ്ട് ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ, എത്രയാണ്ട്? 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? എത്രയാവും നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? 360 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. 360 ഡിവൈഡഡ് ബൈ എക്സ് എത്രയാണ് അവിടെ തന്നേക്കുന്നത്? 60 ആണ്. 60 മൈനസ് 1 ആണ്. ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം. ഈ 36 കൂടെ വെട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6 മൈനസ് 1 എന്ന് പറയുന്നത് എത്ര ഉണ്ടാ? 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 5 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോ. കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശരശ്മി അറിയപ്പെടുന്ന പേര്. വന്ന് പതിക്കുന്ന രശ്മിയാണ് എന്ത്? പതനരശ്മി. പതിക്കുന്ന രശ്മി പതനരശ്മി. അടുത്ത്, പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ എന്താണ്ടാ? പതനകോൺ. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്ന പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. ഏതാണ്? പാർശ്വിക വിപര്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിപതനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്